ഓഫീസർ ഓൺ ഡ്യൂട്ടി ഷാഹി കബീറിൻ്റെ തിരക്കഥയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് എത്തിയിട്ടുള്ള സിനിമ കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് എടുത്തിട്ടുള്ള ഒരു കിടിലൻ ക്രൈം ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ ജോണർ നോക്കുകയാണെങ്കിൽ പ്യുവറായിട്ടൊരു ക്രൈം ത്രില്ലർ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫാമിലി ഇമോഷൻസൊക്കെ കടന്നു വരുന്നുണ്ട്. കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കുറച്ചൊരു ഇമോഷണൽ ആസ്പെക്ട്സ് ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സിനിമയുടെ ജോണർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവറായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിൽ തന്നെ നീങ്ങുന്നൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ മലയാളത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു സിനിമയുടേതായിരിക്കും. അത്രയ്ക്കും നല്ല രസമായിട്ട് എടുത്തിട്ടുള്ള ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു ആദ്യ പകുതിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന പടത്തിൻ്റെത്. അത് ശരിക്കും നമുക്ക് പടം ഇതിൻ്റെ ഒരു ആദ്യത്തെ സീൻ തൊട്ട് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റോറിയിലേക്ക് പടം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിടത്ത് പോലും അനാവശ്യമായിട്ട് കുറച്ച് സീനുകൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്യാത്ത വളരെ ടൈറ്റായിട്ട് നീങ്ങിയിട്ടുള്ള ഒരു ഗംഭീരം എന്ന് തന്നെ പറയാവുന്നൊരു ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമയുടേത്. സിനിമ ഇൻ്റർവെല്ലിൽ കൊണ്ടു നിർത്തുന്ന പോർഷനൊക്കെ ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ് ഈ അടുത്ത കാലത്ത്. പിന്നീട് എടുത്തു പറയേണ്ട വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പടത്തിലെ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസാണ്. അത് പറയാൻ വാക്കുകളില്ല. ഗംഭീര പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. ഇത് പടത്തിൻ്റെ പ്രൊമോഷണൽ റിവ്യൂവിലൊക്കെ അവർ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച 5 സിനിമകൾ എടുത്താൽ അതിലൊന്നായിട്ട് വരാൻ പോകുന്നൊരു പടമായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊക്കെ. പക്ഷേ അതെനിക്കറിയില്ല. പക്ഷേ കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഫോർ മീ അതെന്ന് പറയുന്നത് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന പടത്തിലായിരിക്കും. ഗംഭീരമായിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഓരോന്നായിട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സാധാരണമായിട്ടുള്ളൊരു ക്യാരക്ടറല്ല. ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന, ഭയങ്കര ജീവിതത്തിൽ ട്രാജഡിയൊക്കെ നേരിടേണ്ടി വരുന്ന, അതോടൊപ്പം തന്നെ ഭയങ്കര അറഗൻ്റായിട്ടുള്ള ഒരു കുറച്ചൊക്കെ ഗ്രേഡ് ഷെയ്ഡൊക്കെ കടന്നു വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷൻസും കൃത്യമായിട്ട് പിടിച്ചുകൊണ്ട് ആ ഒരു മീറ്ററിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഈ പടത്തിനെ ക്യാരി ചെയ്യുന്നത് ശരിക്കും കുഞ്ചാക്കോ ബോബനാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഓഫ് കോഴ്സ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അതോടൊപ്പം തന്നെ ഈ പടത്തിനെ ക്യാരി ചെയ്ത് പോകുന്നത് കുഞ്ചാക്കോ ബോബൻ ഒറ്റയ്ക്കാണ്. ആ ഒരു പെർഫോമൻസിന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വെൽമേഡ് ഫിലിം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിൻ്റെ മേക്കിങ്ങിൽ നല്ലൊരു എഫേർട്ട് കൃത്യമായിട്ടും കാണാനുണ്ട്. ജിത്തു അഷ്റഫ് ഒരു നവാഗത സംവിധായകൻ്റെ പോരായ്മകളോ പരിമിതികളോ ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് നല്ലൊരു വെൽമേഡ് ഫിലിം തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എഡിറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളൊന്ന് ട്രിം ചെയ്യാൻ വരുന്നു തോന്നിയെങ്കിൽ കൂടി പല സീനുകളും എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ നന്നായിട്ട് അല്ലെങ്കിൽ എടുത്തു പറയത്തക്കതായിട്ട് തോന്നി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ജെയ്ക്സ് ബിജോയാണ്. ആ ഒരു ത്രില്ലർ മൂഡ് കൃത്യമായിട്ട് പിടിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നിട്ടുള്ളത്. ഒരിടത്ത് മാത്രം, അതായത് ഈ വില്ലൻ ഗ്യാങ്ങിൻ്റെ ഒരു മെയിൻ തീമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് എനിക്ക് പേഴ്സണലി അത് ഈ അടുത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റൊരു സൂപ്പർ ഹിറ്റായിട്ട് ഓടിയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി തന്നെ പറയുന്ന മറ്റൊരു സിനിമയിലെ വില്ലൻ ഗ്യാങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനോട് ഭയങ്കരമായിട്ടുള്ള സാമ്യമുള്ളതായിട്ട് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു പൊടിക്ക് താഴെയാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയേണ്ടി വരും. കാരണം കുറച്ച് ഭാഗങ്ങളിൽ സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോർഷൻസൊക്കെ ഒന്ന് താഴെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ പടം വീണ്ടും കയറി വരുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു ത്രില്ലർ ട്രാക്കിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഈ സ്ലോ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമാക്സിൽ വരാൻ പോകുന്ന വലിയൊരു ട്വിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നീങ്ങുന്ന തരത്തിലുള്ള ഒരു ക്രൈം ത്രില്ലർ അല്ല ഇത്. കാരണം വില്ലൻ ഗ്യാങ്ങിനൊക്കെ ആദ്യം തന്നെ റിവീൽ ചെയ്തിട്ട് പിന്നീട് അവരെ ചേസ് ചെയ്യുന്ന രീതിയിലൊക്കെ മുന്നോട്ട് നീങ്ങുന്നൊരു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊഡിക്റ്റബിലിറ്റി പടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ട്രിം ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുള്ള പോലെ അനാവശ്യമായിട്ടുള്ള സീനുകളൊക്കെ ഒഴിവാക്കി ടൈറ്റ് പാക്ഡാക്കി നീങ്ങുന്ന തരത്തിലല്ല സെക്കൻഡ് ഹാഫ് വന്നിട്ടുള്ളത്. കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് പല സീനുകളും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പോരായ്മ സെക്കൻഡ് ഹാഫിൽ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അതൊക്കെ അവർ കവറപ്പ് ചെയ്തിട്ട് തന്നെ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ കവറപ്പ് ചെയ്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഭാഗങ്ങളൊക്കെ ചില ഈ ക്രൈം ത്രില്ലറുകളുടെ ഒരു പാറ്റേണിൽ വരുന്ന കുറച്ച് സീനുകൾ ഉണ്ടാവുമല്ലോ, കുറച്ച് ക്ലീഷേ സീനുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ചിലർക്ക് കുറച്ച് നന്നായിട്ട് തോന്നും, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ആവർത്തന വിരസതയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ എനിക്ക് പേഴ്സണലി 1-2 ഇടങ്ങളിലൊക്കെ ചെറിയൊരു ഡ്രോബാക്സ് ഒക്കെ അനുഭവപ്പെട്ടു. ഷാഹി കബീറിൻ്റെ തിരക്കഥയെക്കുറിച്ച് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാം വന്നിട്ടുള്ളത് പോലീസ് സ്റ്റോറികൾ തന്നെയാണ്. പക്ഷേ ഓരോ പോലീസ് സ്റ്റോറിയും മുന്നിൽ നിന്ന് കൃത്യമായിട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. അദ്ദേഹം ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിൽ, അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരുപാട് പോലീസുകാരെയൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ കാണാൻ സാധിക്കും. പക്ഷേ
നമ്മൾ നായാട്ടിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇലവിഴ പൂഞ്ചിറയിലൊക്കെ ഉള്ള പോലെ കുറച്ചും കൂടി ക്ലാസിക് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു തിരക്കഥയല്ല ഈ സിനിമയുടേത്. ഒന്നും കൂടി കൊമേഴ്സ്യൽ സ്വഭാവമുള്ള ഒരു പ്രോപ്പർ ഒരു കച്ചവട സ്വഭാവമുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമകളുടെ പാറ്റേണിലുള്ള ക്ലീശകളൊക്കെ വരുന്ന തരത്തിലുള്ള എന്നാൽ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ നീങ്ങുന്ന തരത്തിലുള്ള തിരക്കഥയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെൽമേഡായിട്ട് എടുത്തിട്ടുള്ള വളരെ എൻഗേജിംഗ് ആയിട്ട് നീങ്ങുന്ന നല്ലൊരു ക്രൈം ത്രില്ലർ സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പ്രത്യേകിച്ചും കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കണ്ടാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടം വരില്ല. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങളും ഈ സിനിമ കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.